ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹീറോ ഡേറ്റ് വണ്ടി നമ്മളത് വർക്കിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. ജന സർവീസ് ചെയ്യുക, ബ്രേക്ക് ചെക്ക് ചെയ്യുക, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറ്റുക, വാട്ടർ സർവീസ് ചെയ്യുക, ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. നമുക്ക് ബാക്കിലെ ബ്രേക്ക് ഷൂ മാറ്റാറായിട്ട് അത് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിലെ ബ്രേക്ക് ഷൂ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യുക. അതുപോലെ ബാക്കിൽ ടയറും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഹബിനായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റിനായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവ് ബെൽറ്റിനായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഹീറോൻ്റെ കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോക്സ് ഡ്രൈവ് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഫുള്ളായിട്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിടാം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ എഞ്ചിൻ റൂമിനുള്ളിലായാലും വേറെ വഴുക്കൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ സർവീസ് സെറ്റ് ഫുള്ളായിട്ടൊന്ന് അയച്ച് വാഷ് ചെയ്ത വണ്ടിയാണ്. ഇപ്പോൾ നിലവിൽ വേറെ ചെളിയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സ്പീഡോമീറ്റർ വർക്കില്ല എന്ന് പറഞ്ഞു. അതായത് കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. മീറ്ററിന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് കേബിൾ മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ട് അയക്കാറ്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് അതിൻ്റെ ബ്രേക്ക് നമുക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. കേബിളൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2025 ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിൽ സെൽഫിന് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. എന്നാലും ബാറ്ററിയുടെ വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 13 വോൾട്ട് വരെ ബാറ്ററി വോൾട്ട് കാണിക്കുന്നത്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും 9.4045 ടെസ്റ്റ് വരുന്നുണ്ട്. നിലവിൽ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നത്. ഒരു 8.5 വോൾട്ടിന് താഴോട്ടൊക്കെ വന്നു കഴിഞ്ഞാലാണ് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കൂട്ടുക. ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. സ്പാർക്ക് പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിടാം. അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ പറയും, അതും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഓടിച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. സർവീസിൻ്റേതായ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ. നമുക്കത് മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ബാക്കിൽ ബ്രേക്ക് ഷൂ മാറ്റണം, എഞ്ചിൻ ഓയിലും മാറ്റണം, സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഇതാണ് മാറ്റില്ല. അപ്പോൾ അത്രയും മാറ്റി വരാനുള്ള എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.